Okay, so in today's class, we'll see some basic programs. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ പ്രിന്റ് ചെയ്യാം, എന്താണ് ഒരു ബേസിക് സ്ട്രക്ചർ സി പ്രോഗ്രാമിങ്ങിന്റെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. സോ ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സി പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സിന്റെ സമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിൽ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. സി പ്രോഗ്രാം ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇതാണ് സി പ്രോഗ്രാമിന്റെ, സി പ്രോഗ്രാം കേസ് സെൻസിറ്റീവ് ആണ്, എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കണം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞ സെന്റൻസ് ആണ്. ഇത് ഹെഡർ ഫയൽ എന്നാണ് ഇതിന് പറയാ. ഈ ഹെഡർ ഫയലിൽ stdio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ പ്രിന്റ് എഫ് എന്താന്ന് പറഞ്ഞു, സ്കാൻ എഫ് എന്താന്ന് പറഞ്ഞു. ഈ പ്രിന്റ് എഫും സ്കാൻ എഫ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പൈലറിന് മനസ്സിലാവണം എന്താ പ്രിന്റ് എഫ്, എന്താ സ്കാൻ എഫ്. ഇതൊക്കെ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീവേഡ്സ് എന്ന് പറയും. ഓൾറെഡി ഇവരെ മീനിങ് ഡിഫൈൻഡ് ആണ്. ഇത് എവിടെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ ഒരു stdio.h എന്ന് പറഞ്ഞ ഫയൽ, ഈ ഒരു പേരിലുള്ള ഒരു ഫയലിലാണ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ സി പ്രോഗ്രാമിങ്ങിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓൾറെഡി ഈ ഫയൽസ് ഒക്കെ അതിൽ കയറി വന്നോളൂ. സോ നമ്മൾ ജസ്റ്റ് അതിനെ ഇൻക്ലൂഡ് ചെയ്താൽ മതി നമ്മുടെ പ്രോഗ്രാമിൽ. ഓക്കെ, ഇപ്പൊ ഈ ലൈൻ ഇല്ലെങ്കിൽ പ്രിന്റ് എഫും സ്കാൻ എഫും ഒന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് വോയിഡ് മെയിൻ. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാം. വോയിഡ് മെയിൻ യൂസ് ചെയ്യാം, ഇന്റ് മെയിൻ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇനി വോയിഡ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ, പിന്നെ ബാക്കി പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഈ രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് എഴുതുക. ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് എല്ലാം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യണം. പ്രോഗ്രാം മൊത്തം നമ്മൾ ഇതിന്റെ ഉള്ളിൽ എഴുതും. ഓക്കെ, സോ എപ്പോഴും ഇനി നമ്മൾ ഫസ്റ്റ് ലൈൻ പ്രോഗ്രാമിന്റെ ബ്രാക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ലൈൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് വിൽ ബി ഡിക്ലറേഷൻസ്. ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ വേരിയബിൾസ് എന്താണെന്ന് അറിയാലോ. ഇപ്പൊ എ ബി സി സം ആവറേജ് പെരിമീറ്റർ ഇങ്ങനെയൊക്കെ പേരുകൾ നമ്മൾ ഉപയോഗിക്കും ഓരോ കാര്യത്തിന്. അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്തൊക്കെ വേരിയബിൾസ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടോ ആ വേരിയബിൾസ് എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. എന്താ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ആണ് എന്ന് പറയണം. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്റിജേഴ്സ് ആണെന്ന് വിചാരിക്കും. സം ഓഫ് ടു നമ്പേഴ്സ് അല്ലേ, രണ്ട് ഇന്റിജേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എ കോമ ബി. ഇനി സം സ്റ്റോർ ചെയ്യാൻ സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞ ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്യാൻ, ബി രണ്ടാമത്തെ നമ്പർ സ്റ്റോർ ചെയ്യാൻ, സം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ഇനി ഡിക്ലറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റീഡിംഗ് ആണ്. ഓക്കെ, സോ ആദ്യം ഹാഷ് ഇൻക്ലൂഡ് വോയിഡ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ, ഡിക്ലെയർ ചെയ്യുക ആവശ്യമുള്ള വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് റീഡിംഗ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുക? സ്കാൻ എഫ്, രണ്ട് വാല്യൂസ് വേണ്ടേ, സം ചെയ്യണമെങ്കിൽ രണ്ട് വാല്യൂസ് വേണം. പെർസെന്റേജ് ഡി കോമ ആംപ്രസാൻഡ് എ എന്ന് പറഞ്ഞ പേരിൽ സേവ് ചെയ്തു. ഓക്കെ, ഇതുപോലെ തന്നെ രണ്ടാമത്തെ സ്കാൻ എഫ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ പേരിലും സേവ് ചെയ്തു. സോ ഐ ഗോട്ട് ടു നമ്പേഴ്സ് ദാറ്റ് ഇസ് എ ആൻഡ് ബി. ഓക്കെ, രണ്ട് നമ്പേഴ്സ് കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യണം അല്ലെ. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ഡയറക്റ്റ് ആണ്, പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡയറക്റ്റ് എഴുതിക്കോളൂ, സെമി കോളൻ മസ്റ്റ് ആണ്. ഓക്കെ, സോ ആദ്യം ഡിക്ലെയർ ചെയ്തു, ആവശ്യമുള്ളതൊക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? പ്രോസസ്സിംഗ്. ദാറ്റ് ഇസ് ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുത്തത് പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ഈക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഔട്ട്പുട്ട്. ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്, ഇതാണ് ഓർഡർ വരിക. ഓക്കെ, പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം. ഔട്ട്പുട്ട് എവിടെയാണ് ഉണ്ടാവുക? സമ്മല്ലേ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. എങ്ങനെയാ പ്രിന്റ് ചെയ്യുക? പ്രിന്റ് എഫ്, എന്താ സമ്മ്? ഇന്റിജർ ആണ്. സോ പെർസെന്റേജ് ഡി കോമ, അതെവിടെ ഇരിക്കുന്നത്? സം എന്ന് പറഞ്ഞ വേരിയബിളിൽ നമുക്ക് ആൻസർ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നൗ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ എക്സ്പെക്ട് ചെയ്ത് നമ്മളിപ്പോ പ്രിന്റ് എഫ് ഒന്ന് സ്കാൻ എഫിന്റെ മുകളിൽ പ്രിന്റ് എഫ് എഴുതിയിട്ടില്ല, അതാണ് ഞാൻ നിൽക്കുന്നത്. സോ ഞാൻ 2 എൻ്റർ ചെയ്ത് കൊടുത്തു, 3 എൻ്റർ ചെയ്ത് കൊടുത്തു, 5 എന്ന് ആൻസർ വരണം. ഓക്കെ, ദിസ് ഇസ് 5. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു യൂസർ ഫ്രണ്ട്ലിനെസ് വരാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രിന്റ് എഫ് എൻ്റർ ഫസ്റ്റ് വാല്യൂ. ഓക്കെ, അതുപോലെ പ്രിന്റ് എഫ് രണ്ടാമത്തെ വാല്യൂ റീഡ് ചെയ്യുന്നേക്കാളും മുന്നേ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, എൻ്റർ ദ സെക്കൻഡ് വാല്യൂ എന്ന് പറയാം. ഇനി സമ്മിൽ നമുക്ക് സം ഈക്വൽ ടു എന്ന് വരണമെങ്കിൽ മെസ്സേജ് ഇവിടെ കൊടുക്കുക, സം ഈക്വൽ ടു. എവിടെയാണോ വാല്യൂ വരേണ്ടത് അവിടെ പെർസെന്റേജ് ഡി കൊടുക്കുക.
ഓക്കെ, എന്തൊക്കെ മെസ്സേജ് വരുന്നോ അതോടുകൂടി പെർസെന്റേജ് ഡി നമുക്ക് ഈ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ കൊടുക്കാം. പ്രൊവൈഡഡ് ഈ പെർസെന്റേജ് ഡി അവിടെ എന്താ വരേണ്ടതെന്നുള്ളത് സം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, റൺ ചെയ്യാം. എൻ്റർ ദ ഫസ്റ്റ് വാല്യൂ 2, എൻ്റർ ദ സെക്കൻഡ് വാല്യൂ 3, സം ഇസ് ഈക്വൽ ടു 5. കണ്ടോ, പ്രോഗ്രാമിൽ വന്ന വ്യത്യാസം കുറച്ചും കൂടിയും വൃത്തി വന്നു പ്രോഗ്രാമിൽ. Okay, this is the basic program of adding two numbers. Okay, so hope it's clear. Adding two numbers is clear. Now, next we'll see a program to find area of a circle. Area of a circle. സർക്കിളിന്റെ ഏരിയ കാണാനുള്ളതാണ്. ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പൈ ആർ സ്ക്വയർ എന്നാണ് പറയുക. ഇവിടെ പൈ യൂസ് ചെയ്യില്ല, പകരം നമ്മൾ 3.14 യൂസ് ചെയ്യും. 3.14 ഇൻറ്റു ആർ സ്ക്വയർ എന്നല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ആർ ഇൻറ്റു ആർ അല്ലെങ്കിൽ റേഡിയസ് ഇൻറ്റു റേഡിയസ്. ഇതാണ് ഇക്വേഷൻ. ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ആകെ എന്ത് വാല്യൂ കിട്ടിയാലാണ് നമുക്കിത് ഏരിയ കാണാൻ പറ്റുക? ഇതാണ് ഏരിയയുടെ ഇക്വേഷൻ. ഏരിയ ഇസ് ഈക്വൽ ടു 3.14 ഇൻറ്റു ആർ. ഇതാണ് ഇക്വേഷൻ ഓഫ് എൻ ഏരിയ ഓഫ് എ സർക്കിൾ. സോ ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്? റേഡിയസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും? ഏരിയ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇത്രയല്ലേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ നമ്മൾ എന്തൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ ഏരിയ യൂസ് ചെയ്യുന്നുണ്ട്, റേഡിയസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇൻറ്റീജർ, ഞാനിപ്പോൾ ഏരിയനെ ഇൻറ്റീജർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്ലോട്ട് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഏരിയ നമുക്ക് പോയിന്റ് ആയിട്ട് കിട്ടുന്നത് കാരണം എന്തായിരിക്കും ഏരിയ നമുക്ക് ഫ്ലോട്ട് വാല്യൂ ആണ് വരിക. ഇൻറ്റീജർ ആക്കി എന്ന് വിചാരിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രശ്നവും എറർ അല്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏത് വാല്യൂ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു പോയിന്റ് വാല്യൂ അല്ലേ കിട്ടുക. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പോയിന്റ് വാല്യൂ ആണ്. പോയിന്റ് വാല്യൂ ആണെങ്കിൽ അതെന്താ? ഫ്ലോട്ട് ആയിരിക്കും. ഓക്കെ, റേഡിയസ് ഞാൻ ഇൻഡായിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനി എൻ്റർ റേഡിയസ്, അത് ഞാൻ ഏതിലേക്ക് റീഡ് ചെയ്തു? ആറിലേക്ക് റീഡ് ചെയ്തു. ഓക്കെ, ഇനി റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തിൻ്റെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. എന്താ ഇക്വേഷൻ? ഏരിയ is equal to 3.14 into r into r semicolon. ഓക്കെ, ഇനി നമ്മൾ എന്താ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്? ഏരിയനെയാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഏരിയ ഈക്വൽ ടു പെർസെന്റേജ് ഡിക്ക് പകരം ഇവിടെ ഏരിയ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഫ്ലോട്ട് ആയിട്ടാണ്. സോ ഇവിടെ നമ്മൾ പെർസെന്റേജ് എഫ് എന്ന് യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയയുടെ വേരിയബിൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ജസ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്താലും അതുപോലെ തന്നെ കാണിച്ചു തരും. ഓക്കെ, ഇനി റൺ ചെയ്യാം. ഞാനിപ്പോൾ 10 എന്ന് കൊടുത്തു വിചാരിക്കാം റേഡിയസ്. അപ്പം നമുക്ക് ആൻസർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 10 ആവുമ്പോൾ 10 × 10 എന്ന് പറയുമ്പോൾ 314 ആയിരിക്കണം വരേണ്ടത്. 314.000. എന്തുകൊണ്ടാണ് ഈ 0.000 വന്നത്? ബിക്കോസ് വി ഹാവ് ഡിക്ലെയർഡ് ഏരിയ ആസ് ഫ്ലോട്ട്. ഇപ്പോൾ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചുതരാം. ഏരിയനെ നമ്മളിപ്പോ ഫ്ലോട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്തില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഏരിയനെ ഞാനിപ്പോ ഇൻറ്റീജർ ആണ് അതിനെ ഡിക്ലെയർ ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ പെർസെന്റേജ് ഡി എന്നല്ല യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് വ്യത്യാസം വരിക എന്ന് പറഞ്ഞുതരാം. എന്താ വരിക? 10 എന്നാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ 3.14 മാത്രമേ വരുള്ളൂ, പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് വരില്ല. സോ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എൻ ഇൻറ്റീജർ ഓർ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ഫ്ലോട്ട്. ഓക്കെ, ഇറ്റ് ഈസ് അപ് ടു യു. സോ റേഡിയസ് ഇൻറ്റീജർ ആയിട്ട് കൊടുക്കണം, ഏരിയ പോയിന്റ് ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ഏരിയ എന്തായിട്ട് കിട്ടുക? പോയിന്റ് ആയിട്ട് കിട്ടണം. സോ ഫ്ലോട്ട് യൂസ് ചെയ്യുക. റേഡിയസ് ഇൻറ്റീജർ ആയിട്ട് കൊടുക്കണം വെച്ചാൽ റേഡിയസ് എന്തായിരിക്കണം? ഇൻറ്റീജർ ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് എ ബേസിക് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ സി പ്രോഗ്രാം. ഇപ്പൊ ഇതിന് പകരം നിങ്ങളോട് ഇപ്പോ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയുടെ ഇക്വേഷൻ എന്തായിരിക്കും? എൽ ഇൻറ്റു ബി അല്ലേ? എൽ ഇൻറ്റു ബി അല്ല ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം വരിക? എൽ എന്ന് പറഞ്ഞ ലെങ്ത്, എൻ്റർ ദ ലെങ്ത് എന്ന് പറഞ്ഞ എല്ലിലേക്ക് റീഡ് ചെയ്യുക. എൻ്റർ ദ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ് ബ്രെഡ്ത്തിലേക്ക് റീഡ് ചെയ്യുക. ഇക്വേഷൻ ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി എന്ന് എഴുതുക. പ്രിന്റ് ഓഫ് ഏരിയ ഈക്വൽ ടു ഏരിയ. ഓക്കെ, ഇനി ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യുക, അതുപോലെ പ്രോസസ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ഇതാണ് ബേസിക് സി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരു തരം പ്രോഗ്രാം ഉണ്ട്, സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഇസ് സ്വാപ്പ് ടു നമ്പേഴ്സ്. സ്വാപ്പ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇനീഷ്യലി എയില് 2 ആണ് ആൻഡ് ബിയില് 3 ആണെന്ന് വിചാരിക്കാം.
ഈ സ്വാപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എയിൽ 3 വരണം, ബിയിൽ 2 വരണം. ഓക്കെ, ഇതാണ് സ്വാപ്പിംഗ്. അങ്ങടും ഇങ്ങടും എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക വാല്യൂസിന്. അപ്പൊ നമ്മൾക്കിപ്പോ എന്ത്, എയിലേക്ക് ബിന്റെ വാല്യൂ കൊടുക്കണം, ബിയിലേക്ക് എന്റെ വാല്യൂ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ എഴുതാന്ന് വിചാരിക്കുക, എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു എ. ഇതല്ല അതിന്റെ അർത്ഥം. എയിലേക്ക് ബിന്റെ വാല്യൂ കൊടുക്കൂ എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു ബി, ബിയിലേക്ക് എന്റെ വാല്യൂ കൊടുക്കൂ എന്ന് പറയുമ്പോൾ ബി ഈക്വൽ ടു എ. ഇങ്ങനെ കൊടുത്താലുള്ള പ്രോബ്ലം എന്താണെന്നറിയോ, എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ വാല്യൂ എന്തായിട്ട് റീപ്ലേസ് ആയി, ബിന്റെ വാല്യൂ ആയിട്ട് റീപ്ലേസ് ആയി. എന്റെ വാല്യൂ 3 തന്നെയാണ്, ബിന്റെ വാല്യൂ 3 തന്നെയാണ്. മനസ്സിലായല്ലോ? എയിൽ ഉണ്ടായിരുന്ന വാല്യൂവിനെ റീപ്ലേസ് ചെയ്ത് ബിന്റെ വാല്യൂ വെച്ചു, എന്റെ വാല്യൂ പോയി അവിടെ നിന്ന്. ഓക്കെ, ഇനി അഗെയിൻ ബി ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ബിയിലേക്ക് എന്ത് തന്നെയാണ് വരിക, 3 തന്നെയാണ് വരിക. എന്ന് വെച്ചാൽ എയിലേക്ക് എന്റെ വാല്യൂ 3 ആക്കി മാറ്റിയില്ലേ നമ്മള്. സോ ഈ ടൈപ്പ് ഓഫ് കോഡ് പറ്റില്ല ഇവിടെ. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കൊരു തേർഡ് വേരിയബിൾ യൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇന്റ് എ കോമ ബി കോമ സി. 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നമ്മൾ എങ്ങനെയാ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വാല്യൂസ് റീഡ് ചെയ്യണ്ടേ. പ്രിന്റ് എന്റർ ദ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മള് scanf %d പ്രോഗ്രാം നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതിയതാണ്, എയും ബിയും റീഡ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം നമുക്ക് എടുക്കാം. ഓക്കെ, ഓക്കെ, എയും ബിയും റീഡ് ചെയ്യുന്നത്. എന്റർ ദ വാല്യൂ ഓഫ് എ, എയിലേക്ക് റീഡ് ചെയ്തു. എന്റർ ദ വാല്യൂ ഓഫ് ബി, ബിയിലേക്ക് റീഡ് ചെയ്തു. ഓക്കെ, ഇനി 2 വാല്യൂ പോരെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് മാറ്റാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു സി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എനെ കോപ്പി ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എനെ എന്ത് ചെയ്താലും എന്റെ വാല്യൂ എവിടെ ഇരിക്കുന്നുണ്ട്, സിയിൽ ഇരിക്കുന്നുണ്ട്. ഇനി എയിലേക്ക് നമ്മൾ ബി വെച്ചു, ബിയിലേക്ക് നമ്മൾ ആര്യ വെക്കുക, എനെ വെക്കില്ല. എന്റെ വാല്യൂ മാറി. എന്റെ വാല്യൂ നമ്മൾ ആരുടെ അടുത്ത് സേവ് ചെയ്തിട്ടാ മാറിയിരിക്കണേ, സിന്റെ അടുത്ത് സേവ് ചെയ്തിട്ട്. അപ്പൊ മുന്നത്തെ എന്റെ വാല്യൂ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക, സിന്റെ കയ്യിലുണ്ടാവും. സോ സി, ബിയിലേക്ക് നമ്മൾ എന്താ കൊടുക്കുക, സി ആണ് കൊടുക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ എന്റെ വാല്യൂ ഈക്വൽ ടു %da, അതുപോലെ എന്റെ വാല്യൂ ബിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. ബിന്റെ വാല്യൂ ഓക്കെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, എയും ബിയും റീഡ് ചെയ്തു. നേരിട്ട് എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ആവുന്നത് കാരണം പുതിയൊരു വേരിയബിൾ സി യൂസ് ചെയ്തു. ആദ്യം എന്റെ വാല്യൂ അല്ലേ റീപ്ലേസ് ആവുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ റീപ്ലേസ് ആവുന്ന എന്റെ വാല്യൂ സിയിലേക്ക് കോപ്പി എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ എ ഈക്വൽ ടു ബി എന്ന് കൊടുത്തു. എന്റെ വാല്യൂ മാറിയാലും കുഴപ്പമില്ല, എന്റെ നേരത്തെ വാല്യൂ സിയിൽ കിടക്കുന്നുണ്ടാവും. ഇനി ബിയിലേക്ക് നമ്മൾ എന്റെ വാല്യൂ കൊടുക്കുന്നതിന് പകരം ആരുടെ വാല്യൂ കൊടുക്കും, സിന്റെ വാല്യൂ കൊടുക്കും. ഓക്കെ, റൺ ചെയ്തു. എന്റെ വാല്യൂ 2ഉം ബിന്റെ വാല്യൂ 3ഉം ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഫസ്റ്റ് വാല്യൂ എയും സെക്കൻഡ് വാല്യൂ ബി അല്ലേ. നമുക്കിപ്പോ 3ഉം ബിയും കിട്ടി. എന്റെ 3ഉം ബിന്റെ 2ഉം കിട്ടി. Okay, this is how we'll swap using a third variable. Okay, so these are the simplest programs that can be done using C program.